വയറ്റിൽ കത്തിരി കുടുങ്ങിയ കെ ഹർഷിനയുടെ ദുരിതം ലോകത്തെ അറിയിച്ചത് ആദ്യമായിട്ട് 24 ആയിരുന്നു. ഹർഷിനയ്ക്ക് നീതി ലഭിക്കാനായി പോരാട്ടത്തിലുടനീളം 24ഉം അവർക്കൊപ്പം നിന്നുവെന്ന് പ്രേക്ഷകർ ഓർമ്മിക്കുന്നുണ്ടല്ലോ. കെ ഹർഷിന ഓഫീസ് അറ്റൻഡന്റായി ജോലിയിൽ പ്രവേശിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അമ്മയും കുഞ്ഞും ആശുപത്രിയിൽ നിന്ന് ദീപക് തർമ്മടം തത്സമയം ചേരുകയാണ്. നമുക്കിത് വളരെ സന്തോഷമുള്ളൊരു മുഹൂർത്തമാണ്. ദീപക്, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ. നമ്മുടെ ഈ മാധ്യമ പ്രവർത്തനത്തിൽ നമുക്ക് ചില വേളയിൽ ഒരു അഭിമാനം തോന്നും, ഈ തൊഴിലിനോടുള്ള അഭിമാനം. അത് അക്ഷരാർത്ഥത്തിൽ തോന്നുന്ന എസ് കെ എന്നും അതിൽ ഭാഗമാണ്. എസ് കെ എൻ ഒരുപാട് ഇടപെടൽ നടത്തിയതാണ്. അത് തോന്നുന്ന ഒരു നിമിഷമാണ് ഞാൻ ഈ മാതൃശിശു സംരക്ഷണ കേന്ദ്രത്തിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിൽക്കുന്നത്. 2022 ഒക്ടോബർ 18 ഈ പുറം ലോകം ഈ വേദന, ഏതാണ്ട് 5 വർഷത്തിലേറെ വേദന കടിച്ചമർത്തിയുള്ള ഒരു സഹനത്തിൻ്റെ ഹർഷീനയുടെ മുഖം ലോകം കാണുന്നത് 24-ൽ ഗുഡ് മോർണിംഗ് വിത്ത് എസ് കെ എന്നിലായിരുന്നു. എസ് കെ എൻ ഓർക്കുന്നുണ്ടാവും. എസ് കെ എൻ അന്നതിൻ്റെ ഇൻട്രോ വായിച്ചത് ഇപ്രകാരമായിരുന്നു: ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമ്മൾ കരുതും ഇനി ഇതുണ്ടാകില്ല എന്ന്, പക്ഷേ വീണ്ടും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നു, ചികിത്സാ പിഴവുകൾ ആവർത്തിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു എസ് കെ എൻ അന്നത്തെ ആ സ്റ്റോറിയുടെ, നമ്മുടെ ആ ബ്രേക്കിങ്ങിൻ്റെ ഇൻട്രോ വായിച്ചത്. അതിനുശേഷം നമ്മൾ വെറുതെ ഇരുന്നില്ല, നമ്മൾ പോരാട്ടത്തിലായിരുന്നു. ആദ്യത്തെ ഇടപെടൽ നമ്മൾ ഈ വാർത്ത തന്നെ ബൈജുനാഥിന് അയച്ചു കൊടുക്കുന്നു, മനുഷ്യാവകാശ കമ്മീഷൻ്റെ അന്നത്തെ താൽക്കാലിക ചെയർമാൻ. അദ്ദേഹം അതിൽ ഇടപെടുന്നു. അങ്ങനെ മനുഷ്യാവകാശ കമ്മീഷൻ ഇതിൽ അന്വേഷണത്തിന് ആവശ്യപ്പെടുന്നു. പിന്നീട് ഹർഷീനയ്ക്ക് വേണ്ടി വിവിധ സംഘടനകൾ രംഗത്തെത്തുകയാണ്. അത് പ്രതിപക്ഷ സംഘടനകൾ, മനുഷ്യാവകാശ സംഘടനകൾ. നമ്മൾ ചില പേരുകൾ കൂടി അതിൽ എടുത്തു പറയണം. ഒന്ന് ദിനേശ് പെരുമണ്ണിയാണ് അതിൽ അവർക്ക് വേണ്ടി ആദ്യം മുതൽ നിന്നിരുന്നത്. അത് കഴിഞ്ഞ് ഇതിൻ്റെ നാൾവഴികൾ നോക്കുമ്പോൾ 2017 നവംബർ 17 ആദ്യത്തെ ശസ്ത്രക്രിയ നടക്കുന്നത്. അത് കഴിഞ്ഞ് കത്രിക കണ്ടെടുക്കുന്നത് 2022 സെപ്റ്റംബർ 11 എസ് കെ എൻ ഇത്രയും വർഷം ഈ കത്രിക വയറിൽ വെച്ചുകൊണ്ടാണ് ഹർഷീന ജീവിതത്തിൻ്റെ ഓരോ ദിവസവും വേദന കടിച്ചമർത്തി നീങ്ങിയത്. ഞാൻ ഇന്നലെയും ഇന്ന് രാവിലെ അല്പം മുൻപും ഹർഷീനയോട് സംസാരിക്കുമ്പോൾ ഹർഷീന ഒരു നെടുവീർപ്പോടെയാണ് നമ്മളോട് നന്ദി പറയുന്നത്. എസ് കെ എൻ ഓർക്കുന്നുണ്ടാവും, ഒരു കൈത്താങ് എന്നോണമാണ് എസ് കെ എൻ്റെ 1 കോടിയിലേക്ക് ഹർഷീനയെ നമ്മൾ കൊണ്ടുപോകുന്നത്. 1 കോടി പരിപാടിയിൽ അന്ന് ഹർഷീനയുടെ കുടുംബം ഒന്നടങ്കം ആ പരിപാടിയിൽ പങ്കെടുത്ത് പറഞ്ഞ ഒരു വാർത്തയുണ്ട്: നിങ്ങളൊപ്പം ഉണ്ടായിരുന്നു. ആ വരികൾ അങ്ങനെയായിരുന്നു. അതുതന്നെയാണ് അക്ഷരാർത്ഥത്തിൽ ഇന്നും നമ്മളൊപ്പമുണ്ട്. ഇന്നലെ ആരോഗ്യമന്ത്രി കെ മുരളീധരനുമായി സംസാരിക്കുമ്പോൾ അദ്ദേഹവും പറയുന്നത് നിങ്ങൾ കൊണ്ടുവന്നതല്ലേ എന്നുള്ളതാണ്, നമുക്ക് അവരെ സംരക്ഷിക്കണം എന്നുള്ളതാണ് കെ മുരളീധരനും ഇന്നലെ രാത്രി എന്നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. അപ്പോൾ പൊതുവിൽ നാടാകെ ഹർഷീനയോടൊപ്പം നിന്നിരുന്നു. കഴിഞ്ഞ സർക്കാർ 2 ലക്ഷം രൂപ പ്രഖ്യാപിച്ചു. പക്ഷേ എന്നാൽ ആ തുക അപര്യാപ്തമാണ് എന്ന് പറഞ്ഞ് നിയമവഴിയിലേക്ക് പോയി. മാത്രമല്ല, നിയമ പോരാട്ടത്തിൽ ആദ്യമായി ഒരു മെഡിക്കോ ലീഗൽ കേസിൽ അറസ്റ്റ് നടക്കുന്നു. ശസ്ത്രക്രിയയുടെ പേരിൽ നേഴ്സ് ഉൾപ്പെടെ നിരവധി പേരുടെ അറസ്റ്റുകൾ രേഖപ്പെടുത്തുന്നു. അതും ആ വാർത്തയും 24 ആയിരുന്നു ആദ്യം ബ്രേക്ക് ചെയ്തത്. ഒരുപക്ഷെ കേരളത്തിൻ്റെ ആരോഗ്യ വകുപ്പിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും നിർണായകമായ ഒരേടാണ്. ഒരു ചികിത്സാ പിഴവിൻ്റെ, അതുപോലെ തന്നെ ഒരു തെറ്റുതിരുത്തലിൻ്റെ ഏടായി ഹർഷീന മാറും. ഏതാണ്ട് ഒരു 11 മണിയോടെ ഹർഷീന സമയം തീരുമാനിച്ചിട്ടില്ല. കാരണം ദിനേശ് പെരുമണ്ണയുടെ മാതാവ് മരിച്ചു, അവിടെ പോകണം. അവർ ബസ്സിനാണ്, ഇന്നലെ ട്രെയിൻ ടിക്കറ്റ് തിരുവനന്തപുരത്ത് കിട്ടിയില്ല. അങ്ങനെ ബസ്സിന് കോഴിക്കോട് എത്തിയതേ ഉള്ളൂ. അവർ അത് കഴിഞ്ഞ് എപ്പോഴെത്തുമെന്നുള്ള അറിയിക്കും. ഏതായാലും ഹർഷീന ജോയിൻ ചെയ്യുമ്പോൾ കേരളത്തിൻ്റെ ഒരു സന്തോഷമാണ്. ആരോഗ്യവകുപ്പിൻ്റെ ഒരു തെറ്റുതിരുത്തൽ നടപടി കൂടിയാണ്. സർക്കാർ ഏതായാലും സംവിധാനം ഒന്നാണ്, തുടരുന്നതാണ്. ആ പ്രക്രിയയിൽ ഒരു തെറ്റ് സംഭവിക്കുന്നു, അതിനുശേഷം അത് പിന്നീട് തിരുത്തപ്പെടുന്നു. ആ തിരുത്തലിൻ്റെ സന്തോഷം, ഒപ്പം ഒരുപാട് വേദന കടിച്ചമർത്തിയ ഹർഷീന ആ വേദനയിൽ നിന്നും ആശ്വാസത്തിലേക്ക് കടക്കുന്നു എന്നുള്ളതാണ് എസ് കെ എൻ, നമ്മുടെ 24 ടീമിൻ്റെ ചാരിതാർത്ഥ്യം. എസ് കെ എൻ. താങ്ക് യു ദീപക് തർമ്മടം. ഹർഷിന ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് വലിയ സന്തോഷമുണ്ട്. മാത്രമല്ല, അവർക്ക് നഷ്ടപരിഹാരവും നൽകും എന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം, കഴിഞ്ഞ ആരോഗ്യവകുപ്പ് ഹർഷിന തിരുവനന്തപുരത്ത് സമരം കൊണ്ടുവന്നപ്പം അവരെ ചെന്ന് കാണുക, അവരുടെ പ്രശ്നം എന്താണെന്ന് പഠിക്കുക, ഇതൊന്നും ചെയ്യാൻ എന്തോ ദുരഭിമാനം കൊണ്ട് ആരോഗ്യവകുപ്പ് ചെയ്തില്ല. ആരോഗ്യവകുപ്പ് മന്ത്രിയും അതിൽ താല്പര്യം കാണിച്ചില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു ഭരണത്തിലിരിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഒരു വകുപ്പ് മേധാവി ഒരിക്കലും ഈഗോ പിടിക്കരുത് എന്നുള്ളതുണ്ട്. മാത്രമല്ല, ഇവരുടെ ഫോൺ എടുത്തില്ല എന്നും പറയുന്നുണ്ട്. മാത്രമല്ല, പി കെ ശ്രീമതി പോലെ പല ആളുകളും ഇതേ പരാതി ഉന്നയിച്ചിട്ടുണ്ട്. അപ്പം ഈ പൊതുജനങ്ങൾക്ക് വേണ്ടി നിൽക്കുന്ന മന്ത്രിമാർ ഈ അഹങ്കാരത്തിൻ്റെ കുപ്പായം അണിഞ്ഞാൽ അവർ ചവറ്റുകൊട്ടയിൽ വീഴും എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പല മന്ത്രിമാർക്കും ഉണ്ടായ വീഴ്ച എന്ന് അവർ തിരിച്ചറിയുന്നത് എന്തുകൊണ്ട് നല്ലതായിരിക്കും. എന്തായാലും ഒരുപക്ഷെ ഇന്ന് അവർ കെ ഹർഷീന ജോലിയിൽ പ്രവേശിക്കുമ്പോൾ നമുക്ക് ഏറ്റവും വലിയ സന്തോഷമുണ്ട്. പക്ഷേ എൻ്റെ ക്രെഡിറ്റിന് വേണ്ടിയൊന്നുമല്ല നമ്മളിത് പറയുന്നത്. ഇത്തരം ചികിത്സാ പിഴവുകൾ നമ്മുടെ സംസ്ഥാനത്ത് ഉണ്ടാകാതിരിക്കട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്.
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.